അധികാരത്തിലേറി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ കയ്യടി വാങ്ങിയ ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ്. ഇതിപ്പോ വന്നിരിക്കുന്നത് ഒരു യമകണ്ട സാധനമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ കോർപ്പറേഷൻ പരിധിയിൽ സാധ്യമാക്കി. തെരുവുനായ നിയന്ത്രണമാണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും അനധികൃത കെട്ടിടങ്ങളാണെങ്കിലും അനധികൃത കച്ചവടങ്ങളാണെങ്കിലും ഫുട്പാത്തിലുള്ള കച്ചവടങ്ങളാണെങ്കിലും അതിനൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി തിരുവനന്തപുരത്തുകാരുടെ കണ്ണിലുണ്ണിയായി പെട്ടെന്ന് മാറിയ വ്യക്തിയാണ് വി രാജേഷ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രി ചെന്ന് അമേരിക്കയിൽ കുറെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ശക്തിയിലാണ് അദ്ദേഹം ഒരു കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ശങ്കയില്ലാതെ പക്ഷപാതരഹിതനായി നീതി നിർവഹണം നടത്താനും പിണറായി വിജയൻ ഒരുപാട് പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. സ്വന്തം കുടുംബവുമായിട്ടും അല്ലാതെയും ഒക്കെ പോയിട്ടുണ്ട്. എന്തൊക്കെയോ പദ്ധതികൾ പഠിക്കാൻ പോകുന്നു, എന്തൊക്കെയോ വാങ്ങി എടുത്തുകൊണ്ട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പോയിട്ട് നാടിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ആ പദ്ധതികളൊന്നും കൊണ്ട് നാടിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല, ദോഷമുണ്ടായത് മാത്രമാണ് മിച്ചം. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ കയറുമ്പോൾ, അർഹതപ്പെട്ട ആളുകൾ കയറുമ്പോൾ ഇങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ നാടിനുണ്ടാവും. ഇനിയും നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാക്കാൻ അദ്ദേഹത്തിനാകട്ടെ.